ഉടനെ ആ സ്നേഹിതൻ പറഞ്ഞു, അത് സാധ്യമാണ്. ഉടൻ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആ ഇരുമ്പ് തരികൾ വിതറിയ മണ്ണിന്റെ മുകളിൽ ഒരു കാന്തം പിടിച്ചു. ആ കാന്തത്തിലേക്ക്, ആ മാഗ്നറ്റിലേക്ക് ആ ഇരുമ്പ് തരികളെല്ലാം ആകർഷിക്കപ്പെട്ടപ്പോൾ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, സ്നേഹിത, ഈ മണ്ണിനോട് ചേർന്ന ഇരുമ്പ് തരികളെ വേർതിരിച്ചെടുക്കുവാൻ തക്കവണ്ണം ഈ കാന്തത്തിന് രൂപം കൊടുക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് താൻ രൂപം കൊടുത്ത് താൻ മെനഞ്ഞുണ്ടാക്കിയ തന്റെ സൃഷ്ടിയെ ഈ മണ്ണിൽ നിന്നും വീണ്ടും പുനരുജ്ജീവിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന് എങ്ങനെ നിനക്ക് പറയാൻ സാധിക്കുമെന്ന് പ്രശസ്തനായ ഐൻസ്റ്റൈൻ ആ ശാസ്ത്രജ്ഞൻ ചോദിച്ചു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ആ പ്രത്യാശ, that is our hope. Our dead will be resurrected. When Jesus comes, we will be taken to the heavens and our departed will be resurrected and we all join with our Lord. That is the foundation of our faith and our hope. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്ന ആ അനുഗ്രഹകരമായ അനുഭവമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെയും ഒരു അനുഭവമാണ്. നമുക്കുള്ള പ്രത്യാശയാണ്. ഇന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് വരുന്ന ഇന്ന് അച്ഛൻ വായിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കാണും, ഒരു ലോങ് പ്രയർ ഉണ്ടായിരുന്നു. അതിനകത്ത് it was about peace. I think more than 50 times repeatedly saying, peace be with you. യഥാർത്ഥത്തിൽ ആ പീസ്, ആ സമാധാനം, അതാണ് കർത്താവ് നമുക്ക് നേടിത്തന്നത്. നമ്മളൊക്കെ പലപ്പോഴും സമാധാനം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒച്ചയും ബഹളവും ഇല്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ ചിന്തിക്കുന്നത്. But the real peace, the word, the Hebrew and Syriac word for peace is shalom. നമ്മൾ പറയും സ്ലോമോ. നമ്മുടെ പാടിയതാണ് സ്ലോമോ സ്ലോമോ സവിതഗരെ ദൂരസ്ഥന്മാരെ. സ്ലോമോ, ഷാലോ, പീസ്. ആ വാക്കിന്റെ അർത്ഥം പീസ് വിത്ത് ജസ്റ്റിസ് ആൻഡ് ഹാർമണി. ശവക്കോട്ടയിലെ ആ നിശബ്ദമായ അവസ്ഥയല്ല സമാധാനം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നീതി ലഭിച്ച് എല്ലാവരും സഹവർത്തിത്വത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്ന ആ അനുഗ്രഹവുമായ അവസ്ഥയാണ്. അത് ഒരർത്ഥത്തിൽ കൂടെ കിടന്ന് ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. ഉയർത്തെഴുന്നേറ്റതിനു ശേഷം കർത്താവ് ചെല്ലുമ്പോൾ കർത്താവിന്റെ ഡിസൈപ്പിൾസ്, ശിഷ്യന്മാര് അവരെവിടെയായിരുന്നു? They were in a closed room. അവർക്ക് മറ്റുള്ളവരെ യഹൂദന്മാരുടെ ഭയനിമിത്തം ഒരു അടച്ച മുറിക്കകത്തിരുന്ന ആളുകളുടെ ഇടയിലേക്ക് കർത്താവ് ചെല്ലുമ്പോൾ ചിലർ പറയുകയാണ്, peace be with you. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നപ്പോൾ ഭയം മാറ്റപ്പെട്ട് സമാധാനം. ആ കടലിൽ മീൻ പിടിക്കാൻ പോയി സമാധാനമില്ലാതെ, പ്രത്യാശയില്ലാതെ, ഒന്നും കിട്ടാതെ അലഞ്ഞപ്പോൾ കർത്താവ് കടന്നു വരുമ്പോൾ സമാധാനമുണ്ടായി. ഇന്ന് ഈ ദിവസം, ഇന്ന് ഉയർത്തിന്റെ അനുഗ്രഹകരമായ അവസ്ഥയിൽ നമ്മുടെ ഹൃദയ കവാടങ്ങളിലേക്ക്, in our hearts, in our lives, in our families, let Jesus enter. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുമ്പോഴാണ്, അപ്പോൾ മാത്രമേ യഥാർത്ഥമായ സമാധാനം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മളൊക്കെ ശ്രമിക്കുന്നതും നമ്മളൊക്കെ നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ജീവിതത്തിലെ സന്തോഷമാണ്. ഈ സന്തോഷവും ആനന്ദവും രണ്ടിലാണ്. ആനന്ദം സമാധാനവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സന്തോഷം എന്ന് പറയുന്നത് it depends on a person, a situation or a thing. അതങ്ങ് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ that will disappear. ഉദാഹരണത്തിന് കൊച്ചുങ്ങളുടെ കയ്യിൽ നമ്മൾ ഒരു ഐസ്ക്രീം കൊടുത്തു. ആ കുഞ്ഞുങ്ങൾ അത് കിട്ടുമ്പോൾ they will be very happy. ഒത്തിരി സന്തോഷം, അല്ലേ? You like ice cream? Okay. അത് കയ്യിൽ പോയി കഴിയുമ്പോൾ they will be disappointed. ആ ഹാപ്പിനെസ്, സന്തോഷം നഷ്ടപ്പെട്ടു. പക്ഷേ കന്യകമറിയാം അമ്മ പറയുന്ന ഒരു വാചകമുണ്ട്, എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവിൽ ആനന്ദിക്കുന്നു, ഉല്ലസിക്കുന്നു എന്നാണ് ഈ
സന്തോഷമില്ല. അത് ആനന്ദം ലഭിക്കുന്നത്, ആ സമാധാനം ലഭിക്കുന്നത് യേശു ക്രിസ്തു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. ഇന്ന് പലപ്പോഴും ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ലാതെ നമ്മൾ അറിയുമ്പോൾ യഥാർത്ഥ സമാധാനമാകുന്ന കർത്താവ് ക്രിസ്തു നമ്മിലേക്ക്, ദൈവത്തിൻ്റെ ക്രിസ്തു നമ്മിലേക്ക് കടന്നു വരുമ്പോഴാണ് സെയിന്റ് അഗസ്റ്റിന്റെ വേർഡ്സ്, our hearts are so restless until they rest in thee. പരമകാരുണ്യനായ നമ്മുടെ ദൈവമേ, അങ്ങ് എന്നിലേക്ക് കടന്നു വരുന്നവരെ, ഞാൻ അങ്ങയിൽ ഒന്നായി ചേരുന്നതുവരെ എൻ്റെ ഹൃദയം സമാധാനമില്ലാതെ അറിയുകയാണ്. എൻ്റെ സമാധാനം ലോകം തരുന്നത് പോലെയല്ല എന്ന് അരുളി ചെയ്ത കർത്താവ് നമുക്ക് ശാന്തിയും സമാധാനവും രക്ഷയും നേരിടാൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റവനായി നമുക്ക് കൂടി ആയിരിക്കുന്ന കർത്താവിനെ നമ്മുടെ ഭാരങ്ങളിലും രോഗങ്ങളിലും ഭയത്തിലും നിരാശയിലും ഏത് തകർച്ചയിലൊക്കെയാണെങ്കിലും കർത്താവിനോട് കൂടെ അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ ഏതിനെയും തരണം ചെയ്യുവാനുള്ള ശക്തിയും ആ ശിഷ്യന്മാരെ നിരക്ഷരായിരുന്നവരാണ്. ഇന്ന് കൂടി ആളുകൾ ആ വിശ്വാസത്തിലേക്ക് തീരുവാൻ തക്കവണ്ണം അക്ഷരാഭ്യാസമില്ലാതെ നോക്കുക കർത്താവിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ ഭയമെല്ലാം മാറ്റപ്പെട്ട് ധൈര്യത്തോടുകൂടെ അവന്റെ സാക്ഷികളായി ഇന്ന് കോടാനുകൂടികൾക്ക് പ്രത്യാശയും സമാധാനവുമായി തീരാൻ സാധിച്ചത് കർത്താവ് കൂടി ഉണ്ടായിരുന്നതുകൊണ്ടാണ്. കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാം, നമ്മുടെ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കാം, നാം ആയിരിക്കുന്ന ജീവിത മണ്ഡലങ്ങളിലേക്ക് സ്വീകരിച്ച് ആ സമാധാനത്താൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് മതം നമുക്ക് ഈ ഉയർന്നു പെരുന്നാൾ മുഖാന്തരമാക്കി തീർക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഉയർപ്പിൻ്റെ അനുഗ്രഹീതമായ സമാധാനപൂർണമായ ഒരു അനുഭവവും യേശുതമ്പുരാൻ കൂടെ ഇരുന്ന് പ്രത്യാശയോടെ കൈപിടിച്ച് വഴി നടത്തുന്ന ഒരു ജീവിതവും ആശംസിക്കുകയാണ്. ഇവിടെ വരാൻ സാധിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 3-4 ദിവസങ്ങൾ സ്വന്തം ഭവനത്തിൽ എന്ന പോലെ ഇവിടെ ആയിരിക്കുവാൻ തോന്നണം. എത്രയും പ്രിയപ്പെട്ട അച്ഛനും ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങളും ഈ ഇടവകയിലെ ദൈവമക്കളും നൽകിയ ആ സ്നേഹവും കരുതലുമെല്ലാം നന്ദിയോടുകൂടെ ഓർക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ അതിവർഗസ്വപ്പാനായിട്ടും ഞാൻ കൂടെ വന്ന സന്ദർഭത്തിൽ ഈ ഇടവക നൽകിയ കൈത്താങ്ങലുകൾ സെമിനാരിയുടെ കാര്യങ്ങളിൽ പ്രതിസന്ധി വലിയ കൈത്താങ്ങലും ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനും ഒത്തിരി അനുഗ്രഹമായി. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയതുപോലെ കുറച്ച് ആളുകളൊക്കെ ശമാശന്മാരെ സ്പോൺസർ ചെയ്യുവാനായിട്ട് മുന്നോട്ട് വന്നു. നമ്മുടെ വൈദിക സെമിനാരി സഭയുടെ ശിലാകേന്ദ്രമാണ്. അത് ബ്രെയിനാണ് സഭയുടെ. ആ ബ്രെയിന് അല്ലെങ്കിൽ തലയ്ക്ക് അവിടെ ഒരു ക്ഷതം സംഭവിച്ചാൽ അത് ഹെൽത്തി അല്ലാതെ വന്നു കഴിഞ്ഞാൽ ബോഡി മുഴുവൻ താല്പര്യം. ആ വൈദിക സെമിനാരി അത് അനുഗ്രഹീതമായി മുന്നോട്ട് പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒരു വർഷം 50 ലക്ഷം രൂപയോളം അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് മാത്രം ചെലവ് വരുന്നുണ്ട്. 104 ശമാശന്മാരും അധ്യാപകരുള്ള 150 പേരോളം അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. കുറേ ആളുകളൊക്കെ ശമാശന്മാരെ സ്പോൺസർ ചെയ്യാൻ മുന്നോട്ട് വന്നത് ഒത്തിരി സന്തോഷമുണ്ട്. അവർ ദൈവകരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാലക്കുടിക്കടുത്തുള്ളതായ ഒരു കത്തോലിക്ക സഹോദരൻ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകനെ VDS ചേർത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പിതാവേ അവിടെ ശമാശന്മാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ പഠിപ്പിക്കാൻ സ്പോൺസർ ചെയ്യാൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു എൻ്റെ മകന് ഏതാണ്ട് 20 ലക്ഷം രൂപയോളം ഡൊണേഷൻ കൊടുത്ത് ആപ്ലിക്കേഷൻ കൊടുത്ത് ഞാൻ അവനെ പഠിക്കാൻ ചേർത്തത്. എനിക്ക് ആഗ്രഹമുണ്ടാകുന്നു അവൻ അച്ഛനാകണമെന്ന്. അത് സാധിക്കില്ലാത്ത അവസ്ഥയാണ്. മോൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഇത്രയും പൈസ ഞാൻ മുടക്കുമ്പോൾ ഒരു വൈദികനെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത്. കത്തോലിക്ക സഹോദരൻ ചാലക്കുടിക്കാരൻ വിളിച്ച് പറഞ്ഞ് ശമാശനെ സ്പോൺസർ ചെയ്തു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു വൈദികനെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ $300 കൊടുത്താൽ ഒരു വർഷത്തെ പഠനം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഒത്തിരി പ്രയാസമുള്ള കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഒത്തിരി കാര്യങ്ങളുടെ കൂടി അത് വലിയ ഭാരമായിരിക്കുകയില്ല. എന്നാൽ അവിടെ അത് വലിയ അനുഗ്രഹവും ആശ്വാസവുമായിരിക്കുമെന്നുള്ളത് അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്തി ആ വൈദികന്റെ ജീവിതകാലം മുഴുവൻ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകളോട് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ സന്നദ്ധയിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും
വാങ്ങിത്തരാൻ തക്കവണ്ണം അതിന് ദൈവം കരുണ ചെയ്തിട്ടുള്ള ആളുകൾ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. നാളെ ആരുടെ കയ്യിലാണ് നമുക്ക് നിശ്ചയമില്ല. അതിന് സാധിക്കുന്ന ആളുകൾ ആ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ആലോചിച്ച് ഞാൻ ഇന്നും നാളെ വൈകുന്നേരം വരെ ഇന്നും ഇവിടുന്ന് പോകും. അപ്പോൾ വൈകിട്ട് പോകും. അപ്പോൾ അതിന് മുൻപ് പള്ളി കഴിയുമ്പോൾ തന്നെ ആരെങ്കിലും ഒക്കെ അതിന് ആഗ്രഹിക്കുമെങ്കിൽ ആ കാര്യങ്ങളെ സഹകരിക്കണം. അവിടെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ നടത്തുന്ന ഒരു CBSE സ്കൂളിൽ 300 സാധുക്കൾ കുഞ്ഞുങ്ങൾ പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ നമ്മൾ സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കുകയാണ്, സ്പോൺസർ ചെയ്ത്. കാരണം പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നല്ല വിദ്യാഭ്യാസം കിട്ടാതിരിക്കരുതെന്നുള്ളതുകൊണ്ട് നമ്മൾ സ്കൂൾ ആരംഭിച്ച് അവിടെ 300 കുഞ്ഞുങ്ങൾക്ക് നമ്മളിപ്പോൾ അത് സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്ന ആളുകൾ പ്രാർത്ഥിച്ച് ആലോചിച്ച് എന്താണ് എനിക്ക് ചെയ്യാൻ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്ന സഹായിക്കുന്നതിനൊരു വലിയ കൈത്താങ്ങലാണെന്ന് ചിന്തിച്ചുകൊണ്ട് സാധിക്കുന്ന ആളുകൾ എന്ന കാര്യങ്ങൾ നിർവഹിക്കണമേ എന്നൂടെ വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തി വലിയ സെമിനാരിയെ നിങ്ങളോർത്ത് പ്രാർത്ഥിക്കുകയും അവിടെ വരുമ്പോൾ അവിടെ വന്ന് കാണാൻ തക്കവണ്ണം അവിടെ വരികയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട അച്ഛനെ ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട ജോലി അച്ഛൻ എനിക്കൊരു സ്വന്തം സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന വൈദികനാണ്. ചിലപ്പോഴൊക്കെ അച്ഛൻ ഇച്ചിരി മുൻകോപം കൂടുതലുണ്ടോ എന്നൊക്കെ സംശയമാണ്. ആ മുൻകോപം എന്ന് പറയുന്നത് ആ ഹൃദയത്തിൻ്റെ നൈർമല്യമാണ്. ഒരു മനുഷ്യനോടും മനസ്സിൽ എന്തെങ്കിലും വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വൈദികനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെന്നിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ ടൊറോണ്ടോയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് 100 നാവാണ് ജോലിയച്ഛനെ കുറിച്ച് പറയാൻ. ഇപ്പോഴും അവരുടെ അച്ഛനെന്നാണ് പറയുന്നത്. അച്ഛൻ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ മറന്നുകൊണ്ട് ആ ഇടവകയ്ക്കും സഭയ്ക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹീതനായ പത്രക്കാരൻ ഇതുപോലുള്ള ആളുകൾ ഈ സഭയുടെ അനുഗ്രഹമായിരിക്കുമ്പോൾ ഇടവക ഒത്തിരി ധന്യവതിയാണ്. പ്രിയപ്പെട്ട അച്ഛനെ ഞാൻ നിങ്ങളോട് കരുതണമെന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ അച്ഛനെ ഒത്തിരി കരുതുന്ന ആളുകളാണ്. പ്രിയപ്പെട്ട അച്ഛനെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സിൻസിയറിറ്റി, അദ്ദേഹത്തിൻ്റെ സഭയോടുള്ള സഭയുടെ വിശ്വാസത്തോടുള്ള തീക്ഷ്ണത, അതെല്ലാം നാട്ടിൽ ഞങ്ങൾ ഒത്തിരി വിലമതിക്കുന്ന ഒന്നാണ്. പ്രിയപ്പെട്ട അച്ഛനെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടവകയിലെ എല്ലാ ദൈവമക്കളെയും എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. പോയത് കുർബാനയിൽ എനിക്ക് ഒച്ചയടപ്പായിരുന്നെങ്കിൽ പോലും നല്ല നാട്ടിലേക്കാൾ നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് പാടുന്നു. മദ്ബഹാന്ന് കുറച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഷമാശന്റെ ഇടവകയുടെ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട ഷമാശന്റെ നേതൃത്വത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷയ്ക്ക് മദ്ബഹായി മലാഖമാരുടെ സ്ഥാനത്താണ് അവർ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇനിയും കുഞ്ഞുങ്ങളെയൊക്കെ ഇതിനൊരുക്കണം. നമ്മുടെ പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ മദ്ബഹായുടെ പടങ്ങളിൽ ചവിട്ടിയിട്ടുള്ള കാര്യങ്ങൾ തമ്പുരാനെ അഗ്നികരങ്ങൾക്കായി വിട്ടുകൊടുക്കരുത്. നിങ്ങൾ ഒരുക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ സാധിക്കും, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശുദ്ധ മദ്ബഹായി ചവിട്ടിയ അന്ന് മുതൽ ആ മദ്ബഹായുടെ പടികളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളാണെന്നുള്ളത് ഞാൻ സാക്ഷ്യത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പത്തോടെ ഇന്നലെ ഇതൊക്കെ വെള്ളിയാഴ്ച പകുതിയോളം കുഞ്ഞുമക്കളായിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ അച്ഛനോടൊക്കെ സംസാരിച്ചു. അവർക്ക് വേണ്ട രീതിയിൽ ആരാധനയും നമ്മുടെ വിശ്വാസവുമെല്ലാം അത് പകർന്നു കൊടുക്കുവാനൊക്കെ വേണം. അതിനാണ് വൈദിക സെമിനാരിയൊക്കെ അങ്ങനെ എക്വിപ്പ് ചെയ്യാനൊക്കെ വേണമുള്ള വൈദികരെ വാർത്തെടുക്കുവാൻ എല്ലാം ദൈവം കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവകയിലെ ദൈവമക്കളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവകരങ്ങൾ സമർപ്പിച്ച് നിങ്ങൾ ചെയ്ത എല്ലാ കൈകാര്യങ്ങളും നൽകിയ സ്നേഹവും എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. കരുണവാനായ കർത്താവ് നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുവാദങ്ങൾ പരിശുദ്ധ പാത്രീസ്മാവ അനുഗ്രഹിച്ചു. പിതാവായ ദീത്തോസിന് വേണ്ടി വൈദിക സെമിനാരിയുടെ കാര്യങ്ങളെല്ലാം അദ്ദേഹം എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം പിതാവിനെ നന്ദിയോടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സെമിനാരിയുടെ ഇപ്പോൾ പ്രസിഡന്റ് നമ്മുടെ ബാബാതിരുമേനിയാണ്. അപ്പോൾ എല്ലാം അനുഗ്രഹീതമായിട്ട് പോകുമ്പോൾ പരിശുദ്ധ പാത്രീസ്മാവായും ശ്രേഷ്ഠ ബാബാതിരുമേനിയെയും പരിശുദ്ധ സഭയെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കും.